रामलला की प्राण प्रतिष्ठा में केवल 11 दिन ही बचे हैं। मेरा सौभाग्य है कि मुझे भी इस पुण्य अवसर का साक्षी बनने का अवसर मिल रहा है। 11 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിനാണ് പ്രധാനമന്ത്രി തുടക്കം കുറിച്ചത്. പ്രാണപ്രതിഷ്ഠയ്ക്ക് രാജ്യത്തെ ജനങ്ങളുടെ പ്രതിനിധിയായി പങ്കെടുക്കാൻ കഴിയുന്നത് സൗഭാഗ്യമെന്ന് നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു. എല്ലാവരുടെയും അനുഗ്രഹം തേടുന്നെന്നും എക്സിൽ പങ്കുവച്ച സന്ദേശത്തിൽ പ്രധാനമന്ത്രി പറയുന്നു. അതേസമയം രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ ചടങ്ങിനെ BJP രാഷ്ട്രീയവൽക്കരിക്കുന്നു, ധർമ്മവും നീതിയും ന്യായവും നിഷേധിക്കപ്പെടുന്നുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. ശങ്കരാചാര്യ മഠാധിപതിമാർ ചടങ്ങിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് അതുകൊണ്ടാണ് എന്ന് AICC വക്താവ് പവൻ ഖേര പറഞ്ഞു. പ്രതിഷ്ഠാ ദിനത്തിന്റെ പേരിൽ വ്യാജപ്രചാരണം നടത്തുന്നുവെന്നും BJPയുടെ IT സെല്ലുകൾ അത് നടപ്പിലാക്കുകയാണെന്നും എല്ലാ ഏജൻസികളെയും BJP ഉപയോഗപ്പെടുത്തുന്നുവെന്നും പവൻ ഖേര ആരോപിച്ചു. അതേസമയം അയോധ്യയിൽ പോകുമെന്ന് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ പറഞ്ഞു. തനിക്ക് ക്ഷണം ലഭിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അയോധ്യ there will be, I have got this invitation, but Ayodhya, I'm going tomorrow to Ayodhya. Day after tomorrow there is program, big Mahotsav. പ്രതിഷ്ഠാ ദിനമായ 22-ന് വലിയ തിരക്കുണ്ടാകുമെന്നും ആ ദിവസത്തെ സന്ദർശനം ഒഴിവാക്കണമെന്നുള്ളതിനാൽ അന്ന് പോകില്ല എന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.